ഗുഡ് മോർണിംഗ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഫൈബർ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ആണ്. സാധാരണ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഫൈബർ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആയിട്ടുള്ള വ്യത്യാസം എന്താണ്? സാധാരണ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെ കാണും? ഫസ്റ്റ് ഒരു ഇൻഫർമേഷൻ സോഴ്സ് കാണും. ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ഇൻഫർമേഷൻ സോഴ്സ് കാണും. നമ്മൾ ആ ഇൻഫർമേഷനെ പിന്നെ എന്ത് ചെയ്യും? കോഡ് ചെയ്യും. സോ എന്താണ്? കോഡ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാക്കുന്ന ഒരു ട്രാൻസ്മിറ്റർ കാണും. ദെൻ നമുക്കൊരു മീഡിയം കാണും. നമ്മുടെ ഇൻഫർമേഷനെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നൊരു മീഡിയം ഉണ്ട്. ദെൻ അത് റിസീവ് ചെയ്യുന്നിടത്ത് റിസീവർ ഉണ്ട്. ആ റിസീവ് ചെയ്ത ഇൻഫർമേഷനെ നമ്മൾ ഡീകോഡ് ചെയ്ത് പഴയ പോലെ ആക്കിയെടുക്കാൻ നമുക്കൊരു ഡീകോഡറും കാണും. ഇത്രയുമാണ് നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം നമ്മളിത് ഫൈബർ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ ഉള്ള വ്യത്യാസം എന്താണ്? നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മീഡിയം അവിടെ ഫൈബർ ഒപ്റ്റിക് കേബിൾ ആയിരിക്കും. അപ്പം ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും യൂഷ്വൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മീഡിയം എന്താണ്? അത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളാണ്. സോ ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലൂടെ നമുക്ക് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇൻഫർമേഷനെ നമ്മൾ ഏത് രീതിയിലേക്ക് ആക്കണം? ഒപ്റ്റിക്കൽ സിഗ്നലാക്കി മാറ്റണം, അല്ലെങ്കിൽ ലൈറ്റ് സിഗ്നൽസ് ആക്കി മാറ്റണം. കാരണം ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒപ്റ്റിക്കൽ സിഗ്നലാണ്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വഴി ഒപ്റ്റിക്കൽ സിഗ്നലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ നമ്മളുടെ ഇൻഫർമേഷനെ നമ്മൾ ഒപ്റ്റിക്കൽ സിഗ്നലാക്കണം. അപ്പം ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴി ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെ മാറ്റം വരുത്തണമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഇൻഫർമേഷൻ സോഴ്സ് നോക്കാം. ഇൻഫർമേഷൻ സോഴ്സിൽ സിഗ്നൽസ് എന്തായിരിക്കും? നമ്മുടെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വോയിസ് ആവാം, മ്യൂസിക് ആവാം, വീഡിയോ സിഗ്നൽ ആവാം, അങ്ങനെ എന്തും ആകാം. അപ്പോൾ ഈ ഇൻഫർമേഷൻ എന്ന് പറയുന്നതിൻ്റെ സിഗ്നൽസ് എന്തായിരിക്കും? അത് ഒറിജിനൽ സിഗ്നൽ എന്ന് പറയുന്നത് അനലോഗ് ആയിരിക്കും. ഇപ്പം ഇൻഫർമേഷൻ സോഴ്സിനകത്ത് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ഇൻഫർമേഷൻ വോയിസോ മ്യൂസിക്കോ വീഡിയോ സിഗ്നലോ അങ്ങനെ എന്തുമാകാം. അതിൻ്റെ സിഗ്നൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് അനലോഗ് സിഗ്നലായിരിക്കും. ഈ അനലോഗ് സിഗ്നൽസിനെ നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കിയിട്ട് അതിനെ ട്രാൻസ്മിറ്ററിലേക്ക് പാസ് ചെയ്യുന്നു. സോ ഇൻഫർമേഷൻ സോഴ്സിൽ നിന്നും നമ്മൾ അനലോഗ് സിഗ്നൽ എങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു? അനലോഗ് ഇലക്ട്രിക്കൽ സിഗ്നൽ നമ്മൾ ട്രാൻസ്മിറ്ററിലേക്ക് കൊടുക്കുന്നു. ട്രാൻസ്മിറ്റർ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ട്രാൻസ്മിറ്ററിനകത്ത് ഒരു ഡ്രൈവർ സർക്യൂട്ടുമുണ്ട്, അതുപോലെ തന്നെ എന്തുകൂടെയുണ്ട്? ഒരു ലൈറ്റ് സോഴ്സും ഉണ്ട്. അപ്പോൾ ട്രാൻസ്മിറ്ററിനകത്ത് ഡ്രൈവർ സർക്യൂട്ടുമുണ്ട്, ലൈറ്റ് സോഴ്സും ഉണ്ട്. നമുക്ക് ഈ ഇൻഫർമേഷൻ സോഴ്സിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന അനലോഗ് സിഗ്നലിനെ ഡ്രൈവർ സർക്യൂട്ട് എന്താക്കി മാറ്റും? അനലോഗ് ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഡിജിറ്റൽ പൾസസ് ആക്കി മാറ്റും. നമ്മുടെ ഡ്രൈവർ സർക്യൂട്ട്, അതായത് ട്രാൻസ്മിറ്ററിനകത്ത് ഡ്രൈവർ സർക്യൂട്ടും ഉണ്ട്, അതുപോലെ ലൈറ്റ് സോഴ്സും ഉണ്ട്. ഡ്രൈവർ സർക്യൂട്ട് എന്ത് ചെയ്യും? അനലോഗ് ഇലക്ട്രിക്കൽ സിഗ്നലിനെ, ഇൻഫർമേഷൻ സോഴ്സിൽ നിന്നും കിട്ടുന്ന അനലോഗ് ഇലക്ട്രിക്കൽ സിഗ്നലിനെ എന്താക്കി മാറ്റും? ഡിജിറ്റൽ പൾസസ് ആക്കി മാറ്റുന്നത് നമ്മുടെ ഡ്രൈവർ സർക്യൂട്ടാണ്. ഈ ഡിജിറ്റൽ പൾസസിനെ ഒപ്റ്റിക്കൽ പൾസസ് ആക്കി മാറ്റുന്ന ആരാണ്? ലൈറ്റ് സോഴ്സാണ്. ഡിജിറ്റൽ പൾസസിനെ ഒപ്റ്റിക്കൽ പൾസസ് ആക്കി മാറ്റുന്നത് നമ്മുടെ ലൈറ്റ് സോഴ്സാണ്. ലൈറ്റ് സോഴ്സ് എന്ന് പറയുമ്പം ഒന്നെങ്കിൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് LED ആവാം, അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ലേസർ ആവാം. ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെ ആവാം? ഒന്നെങ്കിൽ LED ആവാം, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആവാം, അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ലേസർ ആവാം. എന്തായാലും അത് ഇലക്ട്രിക്കൽ പൾസസിനെ ഒപ്റ്റിക്കൽ പൾസസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ഈ ഒപ്റ്റിക്കൽ പൾസസിനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് കടത്തിവിടുന്നത്. നെക്സ്റ്റ് നമ്മുടെ ട്രാൻസ്മിഷൻ മീഡിയമാണ്. ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനകത്ത് ട്രാൻസ്മിഷൻ മീഡിയം ഒപ്റ്റിക്കൽ ഫൈബറാണ്. ഒപ്റ്റിക്കൽ ഫൈബറിനകത്തൂടെ നമ്മുടെ ഒപ്റ്റിക്കൽ പൾസസ് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? ഒപ്റ്റിക്കൽ ഫൈബറിനകത്തൂടെ ഒപ്റ്റിക്കൽ പൾസസ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വഴിയാണ്. നമ്മുടെ നെക്സ്റ്റ് സെക്ഷൻ റിസീവറാണ്. റിസീവർ എന്ന് പറയുന്നത് എന്താണ്? റിസീവർ ഇവിടെ ഒരു ഡീമോഡുലേറ്റഡ് ഡിവൈസ് ആണ്. ഈ റിസീവറാണ് ഒപ്റ്റിക്കൽ പൾസസിനെ റിസീവ് ചെയ്യുന്നത്. ഒപ്റ്റിക്കൽ ഫൈബറിൽ നിന്ന് വരുന്ന ഒപ്റ്റിക്കൽ പൾസസിനെ റിസീവ് ചെയ്യുന്നത് റിസീവറാണ്. എന്നിട്ട് റിസീവർ എന്ത് ചെയ്യും? അതിനെ ഇലക്ട്രിക്കൽ പൾസസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൽ നിന്ന് വരുന്നത് എന്താണ്? ഒപ്റ്റിക്കൽ പൾസസ് ആണ്. റിസീവർ ഈ ഒപ്റ്റിക്കൽ പൾസസിനെ റിസീവ് ചെയ്തിട്ട് അതിനെ എന്താക്കി മാറ്റും? അതിനെ ഇലക്ട്രിക്കൽ പൾസസ് ആക്കി മാറ്റും. സോ നമ്മുടെ ഡീമോഡുലേറ്ററിനകത്ത് ഒരു ഫോട്ടോ ഡിറ്റക്ടർ ഉണ്ട്, ഒരു ആംപ്ലിഫയർ ഉണ്ട്, ഒരു സിഗ്നൽ റെക്കോർഡർ ഉണ്ട്. ഡീമോഡുലേറ്ററിനകത്ത് എന്തൊക്കെയുണ്ട്? ഫോട്ടോ ഡിറ്റക്ടർ, ആംപ്ലിഫയർ, സിഗ്നൽ റെക്കോർഡർ. ഒപ്റ്റിക്കൽ പൾസസിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നത് ആരാണ്? ഒപ്റ്റിക്കൽ പൾസസിനെ റിസീവ് ചെയ്യുന്നത് അല്ല ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഫോട്ടോ ഡിറ്റക്ടറാണ്.
ഫോട്ടോ ഡിറ്റക്ടർ ഈ ഒപ്റ്റിക്കൽ പൾസസിനെ ഡിജിറ്റൽ ഇലക്ട്രിക്കൽ പൾസസ് ആക്കി മാറ്റും. അതായത് ഡിറ്റക്റ്റ് ചെയ്യുന്ന ഒപ്റ്റിക്കൽ പൾസസിനെ ഇലക്ട്രിക്കൽ പൾസസ് ആക്കുന്ന ആരാണ്? അത് ഫോട്ടോ ഡിറ്റക്ടറാണ്. ഈ ഇലക്ട്രിക്കൽ സിഗ്നലിനെ ആംപ്ലിഫയർ ആംപ്ലിഫൈ ചെയ്യും. നമ്മൾ പറഞ്ഞു ഡീമോഡുലേറ്ററിൽ എന്തൊക്കെയുണ്ട്? ഡീമോഡുലേറ്ററിൽ ഫോട്ടോ ഡിറ്റക്ടർ ഉണ്ട്, ആംപ്ലിഫയർ ഉണ്ട്, സിഗ്നൽ റെക്കോർഡർ ഉണ്ട്. ഫോട്ടോ ഡിറ്റക്ടർ ഒപ്റ്റിക്കൽ പൾസസിനെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് എന്താക്കി മാറ്റും? ഇലക്ട്രിക്കൽ പൾസസ് ആക്കി മാറ്റും. ഈ ഇലക്ട്രിക്കൽ പൾസസിനെ അല്ലെ ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യുന്നത് ആംപ്ലിഫയർ ആണ്. ആംപ്ലിഫൈ ചെയ്ത സിഗ്നൽസിനെ സിഗ്നൽ റെക്കോർഡർ റെക്കോർഡ് ചെയ്യുന്നു. അങ്ങനെ പുറത്തേക്ക് വരുന്ന ഇലക്ട്രിക്കൽ സിഗ്നലിനെ അനലോഗ് ആക്കി നമ്മൾ റിസീവറിലേക്ക് കൊടുക്കുന്നു. ഇനി നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ഒരേ സമയത്ത് ഇൻ്റർഫറൻസ് ഒന്നുമില്ലാതെ ഒരുപാട് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെലിഫോൺ സിഗ്നൽസ് നമ്മൾ നോക്കിയാൽ ഓർഡിനറി കോപ്പർ കേബിളിനകത്തൂടെ 48 സിഗ്നൽസേ അറ്റ് എ ടൈം നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ നോക്കിയാൽ അറൗണ്ട് 15,000 സിഗ്നൽസ് നമുക്ക് ഇൻ്റർഫറൻസ് ഒന്നുമില്ലാതെ അറ്റ് എ ടൈം ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലൂടെ ലാർജ് നമ്പർ ഓഫ് സിഗ്നൽസ് ഇൻ്റർഫറൻസ് ഒന്നുമില്ലാതെ അറ്റ് എ ടൈം ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വഴിയാണ് സിഗ്നൽസ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സിഗ്നൽ ലീക്കേജോ ക്രോസ് ടോക്കോ ഒന്നും ഉണ്ടാവുന്നില്ല. ഒപ്റ്റിക്കൽ ഫൈബറിനകത്തൂടെ സിഗ്നൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വഴിയാണ്. സോ അവിടെ സിഗ്നൽ ലീക്കേജോ ക്രോസ് ടോക്കോ ഉണ്ടാവുന്നില്ല. അതുപോലെ എക്സ്പ്ലോസീവ് എൻവയോൺമെൻറ്റിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. കാരണം സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ലൈറ്റായിട്ടാണ്. എക്സ്പ്ലോസീവ് എൻവയോൺമെൻറ്റിലെ ബെസ്റ്റ് സ്യൂട്ടബിൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഏതാണ്? അത് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. പിന്നെ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. മെറ്റൽ കേബിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. പിന്നെ എന്താണ്? ഒപ്റ്റിക്കൽ ഫൈബറിന് നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ട്. അതായത് അഡ്വേഴ്സ് ടെമ്പറേച്ചർ, മോയ്സ്ചർ ആൻഡ് കെമിക്കൽ റിയാക്ഷൻ, ഇതിനൊക്കെ ഒപ്റ്റിക്കൽ ഫൈബറിന് നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ട്. സോ നമ്മുടെ അഡ്വാൻറ്റേജസ് നമ്മൾ ഒന്നുകൂടെ നോക്കിയാൽ ലാർജ് നമ്പർ ഓഫ് സിഗ്നൽസ് ഒപ്റ്റിക്കൽ ഫൈബറിൽ കൂടെ അറ്റ് എ ടൈം ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് സിഗ്നൽ ലീക്കേജ് ഇല്ല. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കൊണ്ട് ക്രോസ് ടോക്ക് ഇല്ല. പിന്നെ ഉള്ളത് എക്സ്പ്ലോസീവ് എൻവയോൺമെൻറ്റിൽ ബെസ്റ്റ് സ്യൂട്ടബിൾ കമ്മ്യൂണിക്കേഷനാണ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ കേബിളിൻ്റെ പ്രൈസ് മെറ്റാലിക് കേബിളിനെ വെച്ച് നോക്കുമ്പം എന്താണ്? കോസ്റ്റ് എന്ന് പറയുന്നത് തീരെ കുറവാണ്. ഒപ്റ്റിക്കൽ ഫൈബറിന് അഡ്വേഴ്സ് ടെമ്പറേച്ചർ, മോയ്സ്ചർ ആൻഡ് കെമിക്കൽ റിയാക്ഷൻസിന് നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ട്. താങ്ക്